രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് എം എം ഹസൻ പ്രതികരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് ഇനി ആകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെയും അഭിപ്രായം. മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളത്. മാധ്യമങ്ങളും മറ്റ് പാർട്ടികളും ഒക്കെ പലതരത്തിൽ വിമർശനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു പരാതി ആരോപണം ഉയർന്നു വന്ന അപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പാർട്ടി പ്രസിഡന്റിന് രേഖാമൂലം ഒരു പരാതി കിട്ടി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതേക്കുറിച്ച് പാർട്ടി പ്രസിഡന്റ് നടപടി സ്വീകരിച്ചു. അത് DGPക്ക് അത് കൈമാറി. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KPCC പ്രസിഡന്റ് എന്നോട് 2-3 വട്ടം അദ്ദേഹം ഞാൻ സംസാരിച്ചു. എല്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ച് ഏകകണ്ഠമായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നു അദ്ദേഹത്തെ പ്രൊട്ടക്ട് ഒരാളും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ കാര്യത്തിൽ എല്ലാവർക്കും യോജിച്ച അഭിപ്രായമാണുള്ളത്. ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ ഈ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ തീരുമാനം ഉണ്ടായതോടുകൂടി പാർട്ടിക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ ഇമേജ് വർദ്ധിച്ചു എന്നതാണ് എൻ്റെ അഭിപ്രായം. യാതൊരു തരത്തിലും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിട്ടില്ല. നമ്മുടെ പോലീസിന്റെ കഴിവുകേടാണ്. പോലീസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരത്തെ അറസ്റ്റ് ചെയ്യാം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്ന് ഈ വാർത്തകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പോലീസ് ഒരു ആലോചിച്ചെടുത്തൊരു നടപടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ പാർട്ടി ഒരു തരത്തിലും അദ്ദേഹത്തിനൊരു സഹായം നൽകിയിട്ടില്ല. പിന്നെ ഇത് ചില ആളുകളൊക്കെ ലഡ്ഡു വിതരണം ചെയ്യുന്നു, ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അത് നടത്തുന്ന ആളുകൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താനും ലഡ്ഡു വിതരണം ചെയ്യാനും അവകാശമുണ്ടോ എന്ന് അവരൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. കാരണം സമാനമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ച ആളുകളാണ്. അതേസമയം ഇക്കാര്യത്തിൽ മറ്റു പാർട്ടികളുടെ അഭിപ്രായത്തെ ഞങ്ങൾ എതിർത്തിരുന്നു. ആ എതിർത്തതിനെ പല ആളുകളും അവരെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയാണോ അനുകൂലിക്കുകയാണോ എന്നൊക്കെ സംശയിച്ചു. അതൊന്നുമല്ല. മറ്റ് പാർട്ടികളുടെ കാര്യമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ആരോപണത്തിൽ വ്യക്തമായ ശക്തമായ നടപടിയെടുത്തു. ഒട്ടും വൈകാതെ കോടതി വിധി വന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അത് അനൗൺസ് ചെയ്ത് ആകാൻ അല്പം വൈകിയത്. അതുകൊണ്ട് മറ്റ് പാർട്ടികളിപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനവും അവകാശവാദവും ഉന്നയിക്കുമ്പോൾ അവർക്കൊന്നും അതിനുള്ള അർഹതയുണ്ടോ എന്ന് അവർ സ്വയം ആലോചിച്ചാൽ മതി. ഞങ്ങളൊന്നും പറയുന്നില്ല. എം എം ഹസൻ പ്രതികരിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ നടപടിയുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എടുത്തിരിക്കുന്ന ഏറ്റവും മികച്ച തീരുമാനമായിട്ട്, അതായത് അങ്ങനെയൊരു ആളെ കോൺഗ്രസ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത, നീതി അതെല്ലാം വെച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെത്താൻ സാധിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്.